പ്രിയപ്പെട്ടവരെ, ഈ രക്കമാഴ്ചവട്ടം നിങ്ങളുടെ മുമ്പിലെത്തുന്നത് കേരളത്തിലെ വിദ്യാലയങ്ങൾ വീണ്ടും ആഹ്ലാദാരവങ്ങളോടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന പ്രവേശനോത്സവത്തിൻ്റെ ദിനത്തിനാണ്. പ്രീ പ്രൈമറി ക്ലാസ്സുകൾ തൊട്ട് ഹയർ സെക്കൻഡറി തലം വരെയുള്ള ക്ലാസ്സുകളിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് വേനലവധിക്ക് 2 മാസത്തെ വേനലവധിക്ക് ശേഷം വീണ്ടും സ്കൂളിലേക്ക് ഇന്നെത്തിയിരിക്കുന്നത്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങൾ വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തേക്ക് ഇന്ന് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തിങ്കളാഴ്ച വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതോടെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കവും മുൻകൂട്ടി തന്നെ വളരെ കൃത്യതയോടെ സംസ്ഥാന ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. സ്കൂൾ തുറക്കൽ എന്നത് നാടിൻ്റെ ഒരു പൊതു ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവേശനോത്സവം എന്ന ഒരു ജനകീയ ഉത്സവം തന്നെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ പുറത്ത് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്തരമൊരു കാര്യം കാണാനാകും എന്ന് തോന്നുന്നില്ല. ഇത് നമ്മുടെ മാത്രമായ ഒരു പ്രത്യേകതയായിട്ടാണ്, സവിശേഷതയായിട്ടാണ് എല്ലാവർക്കും കാണാൻ കഴിയുക. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തൊട്ട് ജനപ്രതിനിധികളും അതുപോലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെല്ലാമുള്ള ആയിരക്കണക്കായ പ്രമുഖ വ്യക്തിത്വങ്ങളും സാധാരണ മനുഷ്യരുമെല്ലാം ഈ പ്രവേശനോത്സവത്തിൽ ഇതിൻ്റെ ഭാഗമായി എല്ലായിടത്തും നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ഇതിൻ്റെ ഭാഗമായി പങ്കാളികളാകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധങ്ങളായ വകുപ്പുകൾ, ഓരോ വിദ്യാലയത്തിൻ്റെയും അധ്യാപക രക്ഷാകർതൃ സമിതികൾ, അതിൽ തന്നെയുള്ള അമ്മമാരുടെ PTA, അതുപോലെ അധ്യാപക അനധ്യാപക സംഘടനകൾ, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ, അതുപോലെ വ്യത്യസ്തങ്ങളായ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ, ഇവയുടെ എല്ലാം നേതൃത്വത്തിലാണ് വിപുലമായ നിലയിൽ പ്രവേശനോത്സവം സംസ്ഥാനത്ത് എല്ലാ തലത്തിലും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പ്രീ പ്രൈമറി തലം തൊട്ട് ഹയർ സെക്കൻഡറി തലം വരെ ഉള്ള ക്ലാസ്സുകളിൽ ഏതാണ്ട് 4 ലക്ഷത്തിലധികം കുട്ടികൾ ഇത്തവണ വിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാനാകുന്നത്. 1ാം ക്ലാസ്സിലേക്ക് തന്നെ ഒരു 2.5 ലക്ഷത്തിലധികം കുട്ടികൾ വന്നു ചേർന്നിരിക്കുന്നു എന്നതാണ് കാണാനാവുന്നത്. ഹയർ സെക്കൻഡറി തലത്തിലും അതുപോലെ മറ്റ് വ്യത്യസ്ത ക്ലാസ്സുകളിലേക്കുമെല്ലാം ഇപ്പോൾ പ്രവേശനത്തിനുള്ള നടപടികളും ഈ പ്രൊഫഷണൽ മേഖലയിലുമെല്ലാം പ്രവേശനത്തിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. SLC വിജയിച്ച എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ലഭ്യമാക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സ്കൂൾ വർഷാരംഭത്തിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ, അതിനുവേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രത്യേക മാർഗരേഖ തന്നെ തയ്യാറാക്കി നാടിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതും നാം കണ്ടു. അതുപോലെ സ്കൂൾ കെട്ടിടങ്ങളെ സംബന്ധിച്ച അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന്, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പുതിയ അധ്യയന വർഷത്തോടെ കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാലയങ്ങൾ ലഭ്യമാക്കേണ്ട മറ്റ് കുടിവെള്ളം ഉറപ്പാക്കാനുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനെല്ലാം നടപടികൾ സ്വീകരിച്ചു. അതുപോലെ DYFI ഉൾപ്പെടെയുള്ള യുവജന പ്രസ്ഥാനങ്ങൾ, അതുപോലെ വിവിധങ്ങളായ സന്നദ്ധ സംഘടനകൾ, ഇവരുടെ എല്ലാം സഹകരണത്തോടുകൂടി വിദ്യാലയങ്ങളും പരിസരങ്ങളുമെല്ലാം ശുചീകരിക്കുന്നതിനുള്ള നടപടികളും മാതൃകാപരമായ നിലയിൽ കേരളത്തിൽ നടന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ ആരംഭിച്ചിട്ട് ഏതാനും വർഷങ്ങളായി.
അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ അത്ഭുതാവഹമായ മാറ്റങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിലെ കുട്ടികൾക്ക് ഏറ്റവും ലോകോത്തരമായ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനുള്ള പദ്ധതികളാണ് കേരളം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റി എന്ന് മാത്രമല്ല, മാതൃകാപരമായ ചുവടുവെപ്പായി എല്ലാവരും അതിനെ ശ്ലാഘിക്കുകയാണ്. ഇതെല്ലാം പഠിക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ പോലും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടവരും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രതിനിധി സംഘങ്ങളുമെല്ലാം കേരളത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നതും പ്രത്യേകം നമുക്ക് എടുത്തു പറയാനാകും. ഇതെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും. ഇവിടെ കിഫ്ബി വഴി അനേകം സ്കൂൾ കെട്ടിടങ്ങൾ, അത് ആയിരക്കണക്കിന് ക്ലാസ് മുറികൾ എല്ലാം ഇതിനകം തന്നെ നിർമ്മിച്ചു. അതുപോലെ തന്നെയാണ് സ്മാർട്ട് ക്ലാസ് മുറികളുടെ വ്യാപനവും വലിയ മാറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇതിന് സഹായകരമായ നിലയിൽ ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ 45,000-ത്തിലധികം ഹൈടെക് ക്ലാസ് മുറികൾ ഇപ്പോൾ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വിസ്മയകരമാണ്. അതോടൊപ്പം തന്നെയാണ് നാം കാണേണ്ട മറ്റൊരു കാര്യം, ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാ തലത്തിലുമുള്ള ഗുണഫലങ്ങളും അതോടൊപ്പം തന്നെ ഇതിനെപ്പറ്റി എല്ലാമുള്ള അതിവിപുലമായ അറിവും ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളുടെ കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികൾക്കടക്കം ലഭ്യമാക്കുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യമായി മുന്നോട്ട് വെക്കുകയാണ്. ഇതിനെല്ലാം ആവശ്യമായ തരത്തിൽ വിപുലമായ പാഠ്യപദ്ധതി പരിഷ്കരണവും നടപ്പിലാക്കുന്നതിന് ഗവൺമെൻറ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. പുതിയ കാലത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ പുതിയ കാലത്തിൻ്റെ എല്ലാവിധത്തിലുമുള്ള വെല്ലുവിളികളെ നേരിടുന്നതിനും അതിനെയെല്ലാം അതിജീവിക്കുന്നതിനും കുട്ടികളെ എല്ലാം പുതിയ തലമുറയെ സാമൂഹ്യബോധമുള്ള പ്രതിബദ്ധതയുള്ളവരായി വളർത്തുകയുമാണ് ഇതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഗവൺമെൻറ് കാണുന്നത്, മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന കാഴ്ചപ്പാടും ഇതിനോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് വളരെ ബോധപൂർവം ദീർഘവീക്ഷണത്തോടെ ആവിഷ്കരിച്ച് മുന്നോട്ട് വെക്കുകയാണ്. ഇവിടെ 7ാം ക്ലാസ്സിലെത്തിച്ചേരുന്ന 4 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ ഈ കൊല്ലം ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പഠിക്കാൻ ആരംഭിക്കുകയാണ്. അതിനുള്ള സംവിധാനം ഒരുക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതായത് ICT എന്ന ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ പാഠപുസ്തകവുമായി ബന്ധപ്പെടുത്തിയാണ് അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിലൂടെയാണ് ഇത് സംബന്ധിച്ച സിലബസ് ഉൾപ്പെടുത്തി കുട്ടികളുടെ പുതിയ തലമുറയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ലോകോത്തരമായ സാങ്കേതിക വിദ്യകളെ പറ്റിയിട്ടുള്ള നൂതനമായ വിവരങ്ങൾ ഉൾപ്പെടെ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് അതാതവസരത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യം ഗവൺമെൻറ് മുന്നോട്ട് വെക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ 1-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും അതുപോലെ 5, 7 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെയാണ് ഈ പരിഷ്കരിച്ച ഈ പാഠപുസ്തകം ഇതിനനുസരിച്ച് ഇപ്പോൾ ഈ വർഷം അവതരിപ്പിക്കുന്നത് അവരെ എത്തിച്ചേരുന്നത്. അടുത്ത കൊല്ലമാകുമ്പോൾ 10ാം ക്ലാസ് വരെയുള്ള മറ്റു ക്ലാസ്സുകളിലും ഈ പുതിയ ICT പാഠപുസ്തകങ്ങൾ എത്തിക്കാനും അതിനനുസരിച്ച് പാഠഭാഗങ്ങൾ ക്രമീകരിക്കാനുമാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി മുൻകൂട്ടി തന്നെ അധ്യാപകർക്കുള്ള പരിശീലനവും നൽകുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് കാലക്കൂട്ടി തന്നെ ഒരുക്കിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ അക്കാഡമിക് നിലവാരം ഇന്നേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് കുറേ കൂടി മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ സർക്കാർ ഈ വഴിയിലൂടെ സ്വീകരിച്ച നടപടികൾ വലിയ തോതിൽ വിജയം കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും.
അതോടൊപ്പം തന്നെയാണ് പഠനകാര്യത്തിൽ ചിലപ്പോൾ സ്വാഭാവികമായി പല കാരണങ്ങൾ കൊണ്ടും പിറകിൽ നിൽക്കുന്ന കുട്ടികളെ പ്രത്യേകം കണ്ടെത്തി അവരെ പൊതുധാരയിലേക്ക് മറ്റു കുട്ടികളോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രത്യേകമായ പദ്ധതി, ഇതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ഗോത്രവർഗക്കാർ, അതുപോലെ തീരദേശ മേഖലയിലുള്ള കുടുംബങ്ങളുടെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, അങ്ങനെ ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇത്തരം മേഖലകളിലേക്ക് ഒരു പ്രത്യേകമായ ഒരു സ്പെഷ്യൽ എൻട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന നിലയിൽ തന്നെ ആ പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പ്രത്യേക പദ്ധതി, ഇവയെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് തന്നെ വളരെ ദീർഘവീക്ഷണത്തോടെ ആവിഷ്കരിക്കുകയും അതെല്ലാം വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്ത് മുന്നോട്ട് വരുന്നതും ഈ കേരളത്തിൻ്റെ മാത്രമായ ഒരു പ്രത്യേകതയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഈ രംഗത്ത് ഓരോ ബഡ്ജറ്റിലും സംസ്ഥാന ഗവൺമെൻറ് തുക ഓരോ ഘട്ടത്തിലും വർഷാവർഷം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. ഈ മേഖലയ്ക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റ് വിഹിതം ചിലപ്പോൾ ഓരോ വർഷത്തും കഴിഞ്ഞ വർഷത്തേതിനേക്കാളും ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ച് പ്രത്യേക പരിഗണന നൽകുന്നതായിട്ടാണ് നമുക്ക് അനുഭവത്തിൽ ബോധ്യമാകുന്നത്. 2011 തൊട്ട് 2016 വരെ കേരളം ഭരിച്ച UDF സർക്കാരിൻ്റെ കാലത്ത് വാർഷിക പരീക്ഷയുടെ കാലത്തായാലും അല്ലെങ്കിലായാലും ആ അവസരത്തിൽ പോലും കൊല്ലാവസാനം വിദ്യാഭ്യാസ വർഷം അവസാനിക്കുന്ന ഘട്ടത്തിൽ പോലും പാഠപുസ്തകങ്ങൾ ലഭ്യമാകാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഈ ഘട്ടത്തിൽ നാം ഓർമ്മിക്കണം. അത്തരത്തിലുള്ള ഇതൊന്നും സാഹചര്യങ്ങളെല്ലാം മറികടന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകങ്ങൾ, അതുപോലെ യൂണിഫോം, ഇതെല്ലാം കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള കാര്യക്ഷമതയോടുകൂടിയുള്ള ഇടപെടലാണ് നടത്തി വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലക്ക് സംസ്ഥാന ഗവൺമെൻറ് മറ്റൊരിടത്തുമില്ലാത്ത വിധത്തിൽ അല്ലെങ്കിൽ മറ്റു മേഖലകളെക്കാളെല്ലാം ഉപരി മുന്തിയ പരിഗണന, ഏറ്റവും പ്രഥമമായ പരിഗണന നൽകുന്നു എന്നുള്ളത് നമുക്കിതിലൂടെയെല്ലാം കാണാനാവും. ഇതിൻ്റെ എല്ലാം ഗുണഫലങ്ങൾ നമ്മുടെ പുതിയ തലമുറയിൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും അതുപോലെ പൊതുസമൂഹത്തിന് ആകമാനവും ലഭ്യമാകും എന്നുള്ളത് നാം അഭിമാനത്തോടെ കാണേണ്ടതുണ്ട്. അങ്ങനെ പുതിയ ഈ പ്രതീക്ഷകൾ, അതുപോലെ പുതിയ സ്വപ്നങ്ങൾ, ഇതെല്ലാമായിട്ടാണ് വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ, ലക്ഷക്കണക്കായ കുട്ടികൾ എത്തിച്ചേരുന്നത്. അങ്ങനെ 1ാം ക്ലാസ് തൊട്ട് മേലോട്ട് എല്ലാ നിലവാരത്തിലും ഹയർ സെക്കൻഡറി തലം വരെയുള്ള ക്ലാസ്സുകളിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്നു. അതുപോലെ പ്രീ പ്രൈമറി ക്ലാസ്സുകളിലേക്ക് കുട്ടികൾ പുതുതായി കുഞ്ഞുങ്ങൾ എത്തിച്ചേരുന്നു. ഇങ്ങനെ ഈ പുതിയ തലമുറയിൽ ശാസ്ത്രബോധവും സാമൂഹ്യബോധവും അതോടൊപ്പം തന്നെ പരമമായ മതനിരപേക്ഷതയെ സംബന്ധിച്ചിട്ടുള്ള ധാരണകളുമെല്ലാം അവരിൽ രൂഢമൂലമാക്കുക, അതിൻ്റെ ഇതെല്ലാം അടിത്തറയായി പ്രയോജനപ്പെടുത്തി അതിവിപുലമായ അറിവിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ ആനയിക്കുക എന്നത് നമ്മുടെയെല്ലാം പരമമായ ചുമതലയാണ്. അങ്ങനെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു വിജ്ഞാന സമൂഹമായി കേരളീയ സമൂഹത്തെയാകെ, കേരളത്തെയാകെ മാറ്റിയെടുക്കുക എന്ന ദീർഘവീക്ഷണത്തോടെയുള്ള ലക്ഷ്യബോധത്തോടെയുള്ള ഇടപെടലുകളാണ് സംസ്ഥാന ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്ന നടപടികളിലൂടെ സ്വീകരിക്കുന്നത് എന്നുള്ളത് അഭിമാനത്തോടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്, എക്കാലത്തും ഉയർത്തിപ്പിടിക്കാവുന്നതാണ്. പുതുതായിട്ട് വിദ്യാലയങ്ങളിലേക്ക് പ്രവേശനോത്സവത്തിൻ്റെയൊക്കെ ഭാഗമായി വന്നു ചേരുന്ന ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളെ പ്രീ പ്രൈമറി തൊട്ട് മേലോട്ടുള്ള 1ാം ക്ലാസ് തൊട്ട് മേലോട്ടുള്ള എല്ലാ ക്ലാസ്സിലേക്കും പുതുതായി കടന്നു വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള വിദ്യാർത്ഥികളെ എല്ലാ നിലയിലും തുറന്ന മനസ്സോടെ അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്ക് അവരെയെല്ലാം നല്ല നിലയിൽ നെഞ്ചേറ്റി കേരളത്തിൻ്റെ പുതിയ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള കുതിപ്പിന് പുതിയ തലമുറയെ സജ്ജമാക്കാം. ഒരുമയോടെ നമുക്ക് ഈ കാര്യത്തിൽ യോജിച്ച് ഒറ്റ മനസ്സാലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ മഹത്തായ ഉദ്യമത്തിന് പിന്തുണ നൽകാം എന്നുകൂടി ഈ സന്ദർഭത്തിൽ കൂട്ടിച്ചേർക്കും.